കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 121 എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് നമ്മളെ അത്ഭുതകരമായി ഇത്രത്തോളം നടത്തിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗം ധ്യാനിക്കുവാനായി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവമക്കൾക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രൈവറ്റ് ടീച്ചിങ്സാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ ദൈവവചനത്തിലൂടെ കാണുകയുണ്ടായി. 13-ാം അധ്യായത്തിൽ 31-ാം വാക്യം മുതൽ 14-ന്റെ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആദ്യത്തെ ഡിസ്കോഴ്സാണ് നമ്മൾ കാണുന്നത്. 15, 16 അധ്യായങ്ങളിലാണ് കർത്താവ് ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ ഡിസ്കോഴ്സ്. 15-ാം അധ്യായം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. 15-ാം അധ്യായം 16-മായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 15-ാം അധ്യായത്തിലെ 27 വാക്യങ്ങൾ പഠന സൗകര്യത്തിനായി നമ്മൾ 3ആയി തിരിച്ചിരുന്നു. 15-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശിഷ്യനും കർത്താവുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ പഠിച്ചത്. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ധ്യാനിച്ചത്. അതിനുശേഷം 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ മുഖ്യമായും ശിഷ്യനും ലോകവുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ ധ്യാനിച്ചത്. ആ വേദഭാഗവുമായി കണക്റ്റഡായിട്ട് കിടക്കുന്ന വാക്യങ്ങളാണ് 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ കാണുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ വളരെ സ്പഷ്ടമായി കർത്താവ് ശിഷ്യന്മാരോട് ലോകത്തിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ലോകം അവരെ പകയ്ക്കും, ലോകത്തിൽ അവർക്ക് ഉപദ്രവമുണ്ടാകും, ലോകക്കാർ അവരെ പള്ളിഭ്രഷ്ടരാക്കും, പലപ്പോഴും പലരെയും കൊന്നുകളയുകയും ചെയ്യും. കർത്താവിനോട് ഈ ലോകം ഇങ്ങനെയാണ് പെരുമാറിയതെങ്കിൽ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കർത്താവ് ആ വാക്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്കൊരുമിച്ച് ചിന്തിക്കാം. സമയം അനുവദിക്കുന്ന പക്ഷം അടുത്ത 1-2 വാക്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായ്ക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുക കൊണ്ടത്രേ. ഈ വാക്യങ്ങളിൽ നിന്ന് പിന്നെയും ശിഷ്യന്മാരെ ലോകം ഉപദ്രവിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ സൂചനകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്.
എന്നാൽ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വാക്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഈ 4 വാക്യങ്ങളിൽ ഉപദ്രവത്തിൻ്റെ നേച്ചറാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എങ്ങനെയാണ് ലോകം ശിഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നതാണ് കർത്താവ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് സമയമെടുത്ത് ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയും നിന്ദയും പ്രയാസവും ഉപദ്രവവും ഒക്കെ ഉണ്ട് എന്ന്. അത് എന്തിനാണ് കർത്താവ് അങ്ങനെ പറയുന്നതെന്ന് 1-ാം വാക്യത്തിൽ കർത്താവ് വ്യക്തമാക്കുകയാണ്. ആ 1-ാം വാക്യത്തിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് നാം കേൾക്കുന്ന പല സുവിശേഷങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. മെറ്റീരിയൽ പ്രോസ്പെരിറ്റി തരുന്ന, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു ജീസസിനെയാണ് പലരും പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ വ്യക്തമായി കർത്താവ് തന്നെ അനുഗമിക്കുന്നവരെന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. പലയിടങ്ങളിലും നമ്മൾ കേൾക്കുന്നത് വേറൊരു ക്രിസ്തുവിനെക്കുറിച്ചാണ്, മറ്റൊരു സുവിശേഷമാണ് എന്നത് എൻ്റെ കേൾവിക്കാരായ ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കർത്താവ് ആർക്കും സംശയം കൂടാതെ മനസ്സിലാക്കത്തക്കവണ്ണം വളരെ തെളിച്ച് കർത്താവ് പറയുകയാണ്, തന്നെ അനുഗമിക്കുന്ന ആളുകൾക്ക് പകയും ഉപദ്രവവും കഷ്ടതകളും ഉണ്ടാകും. മാത്രമല്ല, ചിലരെ കൊല്ലുകയും ചെയ്യും. ലോകം ഡിസൈപ്പിൾ ഓഫ് ജീസസിനെ ഹെയ്റ്റ് ചെയ്യുന്നു. മറ്റ് ചിലരുടെ ചിന്ത അഭിഷക്തരായ ആളുകളെ ആർക്കും തൊടാനൊക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അതൊക്കെ ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. യേശു കർത്താവിൻ്റെ അത്രയും അഭിഷേകം ആർക്കുമില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകം പകച്ചു, ഉപദ്രവിച്ചു എങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, അഭിഷേകമുള്ളതുകൊണ്ടാണ് ഈ ലോകം കർത്താവിനെ പകച്ചതും ഉപദ്രവിച്ചതും. കർത്താവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാരെ എല്ലാം പകച്ചില്ലേ, ഉപദ്രവിച്ചില്ലേ? എന്നാൽ ഒരു കാര്യം ഞാൻ വേഗത്തിൽ കൂട്ടിച്ചേർക്കാം, നിന്ദിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ കർത്താവിൻ്റെ നാഴിക വരുന്നിടം വരെ ആർക്കും കർത്താവിനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ചില സമയത്ത് ദൈവം നമ്മെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വരാം. നിന്ദയും കഷ്ടതയും പ്രയാസവും ഒക്കെ ആ സമയത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് അനുഭവിക്കേണ്ടതാണ്. അതിലൂടെ ദൈവം മഹത്വമെടുക്കുന്നു. എന്നാൽ ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. 16-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നത്. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു പെർസിക്യൂഷനെ കുറിച്ച് പഠിപ്പിച്ചു. അപ്പോസ്റ്റോൾസ് എന്താ പഠിപ്പിച്ചത്? 2 തിമോത്തിയോസ് 3:12 പൗലോസും 1 പത്രോസ് 4:16 പത്രോസുമൊക്കെ സഭ പെർസിക്യൂട്ടഡ് ആകും, ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട് എന്നൊക്കെയാണ് പഠിപ്പിച്ചത്. ഭാരതത്തിലെ ദൈവസഭ ഉപദ്രവത്തിലൂടെ കടന്നു പോകും, അതിന് ഒരു സംശയവുമില്ല. ബൈബിൾ നമ്മൾക്ക് ആ ഒരു ദൂതാണ് തരുന്നത്. എന്നാൽ
ഉപദ്രവവും കഷ്ടതയും പീഡനവും ഉണ്ടാകുമ്പോൾ സഭ തകർന്നു പോകുകയില്ല. യേശുവിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഓർപ്പിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കഷ്ടതയുടെയും ഉപദ്രവത്തിൻ്റെയും നടുവിലാണ് ദൈവസഭ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വളരുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവം ഉണ്ടാകും, പ്രയാസമുണ്ടാകും, ചിലരെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ അത് ഭയപ്പെടുവാൻ ഒരിക്കലും കാരണമാകുകയില്ല. കാരണം ഒരു ദൈവ പൈതലിന് ദൈവവചനത്തിലൂടെ അറിവുണ്ട്. യേശു ഇതനുഭവിച്ചെങ്കിൽ അതിനപ്പുറത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട. യേശു അനുഭവിച്ച ആ സെയിം അനുഭവമാണ് ഒരു ദൈവ പൈതലിനും ഉണ്ടാകുന്നത്. 1-ാം വാക്യം, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലെ ദൂത് കർത്താവ് പറയാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാണ് എങ്കിലും വേഗത്തിൽ ആ ഭാഗം കൂടെ തൊട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. 18 മുതലുള്ള വാക്യങ്ങളിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ അവസാന മണിക്കൂറുകളിൽ പേഴ്സിക്യൂഷനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. 18-ാം വാക്യത്തിൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവീൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ലോകം തരത്തില്ല. ലോകം ശിഷ്യനെ പകയ്ക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. 18-20 വാക്യങ്ങളിൽ ഒരു ഡിസൈപ്പിൾ പ്രതീക്ഷിക്കേണ്ടത് പകയും ഉപദ്രവവുമാണ് എന്നതിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. 20-ാം വാക്യത്തിൽ, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർക്കുവീൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. കർത്താവിൻ്റെ വചനം ബഹുഭൂരിപക്ഷം ആളുകൾ പ്രമാണിച്ചില്ല. ശിഷ്യന്മാരുടെ വചനം എല്ലാവരും പ്രമാണിക്കുകയില്ല. ഒരു ശേഷിപ്പ് മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ സ്വീകരിച്ച് അതനുസരിച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ 18-20 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിസൈപ്പിൾസ് മസ്റ്റ് എക്സ്പെക്റ്റ് ടു ബി പെർസിക്യൂട്ടഡ്. ലോകത്തിൻ്റെ പ്രതികരണം അങ്ങനെയായിരിക്കും. 19-ാം വാക്യവും 21-ാം വാക്യവും വായിക്കുമ്പോൾ ദ റീസൺ ഫോർ ദിസ് പെർസിക്യൂഷൻ, എന്തുകൊണ്ടാണ് ലോകം ശിഷ്യനെ പകയ്ക്കുന്നത്, ഉപദ്രവിക്കുന്നത്? നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. കർത്താവ് ശിഷ്യനെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, അതുകൊണ്ട് ലോകം ശിഷ്യനെ പകയ്ക്കും. ഇതോട് ചേർന്ന് 21-ാം വാക്യം, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായ്ക കൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. എൻ്റെ നാമം നിമിത്തം എന്നർത്ഥമാക്കുന്നത് ഞാൻ നിമിത്തം, യേശു നിമിത്തം ലോകം ശിഷ്യനെ പകയ്ക്കും. കാരണം യേശുവിനെ അയച്ച പിതാവിനെ അവർ അറിയുന്നില്ല. അതാണ് മറ്റൊരു കാരണമായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 23-ാം വാക്യത്തിൽ, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. ദൈവത്തെ അറിയാത്തവർ യേശു ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല. യേശുവിനെ മനസ്സിലാക്കാത്തവർ ദൈവസഭയെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വളരെ ക്ലിയറായി നമ്മളിപ്പോൾ കണ്ടത് ഉപദ്രവം സെർട്ടനാണ്, അത് ദൈവസഭയ്ക്ക് ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? എന്തെങ്കിലും ദൈവസഭ നിയമവിരുദ്ധമായ ഏതെങ്കിലും കാര്യം ചെയ്തതുകൊണ്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നത് കൊണ്ട്, കർത്താവിൻ്റെ ടീച്ചിങ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട്, ലോകക്കാരാകാതെ ലോകക്കാരിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും. അതാണ് ഒരു കാരണം. മറ്റേ കാരണം, പിതാവാം ദൈവത്തെ
അവിശ്വാസികൾ അറിയുന്നില്ല. ലോകമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിശ്വാസികൾ. അവിശ്വാസികൾ ഇൻ ജനറലും ഈ കോണ്ടെക്സ്റ്റിൽ യഹൂദന്മാർ ഉൾപ്പെടെയുള്ളവർ. പിതാവാം ദൈവത്തെ അവർ അറിയുന്നില്ല. അതുകൊണ്ട് യേശു നിമിത്തം പകയും ഉപദ്രവവും ഒക്കെ ശിഷ്യനെതിരെ അവർ പ്രവർത്തിക്കും. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകക്കാർ, അവിശ്വാസികൾ ഇങ്ങനെ യേശുവിനെ പകച്ചത് കാരണം കൂടാതെയാണ്. വേഗത്തിൽ ഞാനത് വായിക്കാം. ഞാൻ വന്നവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. വിത്തൗട്ട് എനി റീസൺ ദാവീദിനെ പകച്ചതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെയും ലോകം പകച്ചു. പിതാവാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും പിതാവ് കൊടുത്ത വചനം ക്രിസ്തുവിലൂടെ കേട്ടിട്ടും മനഃപൂർവമായി യഹൂദൻ അതിനെ തള്ളിക്കളഞ്ഞ് പാപത്തിൻ്റെ വഴികളിൽ നിൽപ്പാൻ അവർ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ദേ ഹാവ് നോ എക്സ്ക്യൂസ്. ഇന്നും ദൈവത്തിൻ്റെ ആത്മാവിന് അവിശ്വാസികളോട് പറയാനുള്ളത്, വചനം കേട്ടിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അതിനെ മനഃപൂർവ്വമായി തിരസ്കരിച്ചാൽ there is no excuse for your sin. എന്നിട്ട് അവർ കാരണം കൂടാതെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത്. ഇങ്ങനെ തന്നെയാണ് ദൈവസഭയെ ഉപദ്രവിക്കുകയും പകയ്ക്കുകയും ചെയ്യുന്നത്, ന്യായമായ ഒരു കാരണവും കൂടാതെ. അതിൻ്റെ നടുവിൽ 26-27 വാക്യത്തിൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദി മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവീൻ. പരിശുദ്ധാത്മാവ് ശിഷ്യനിലൂടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കും. നമുക്കറിയാം, സങ്കീർത്തനം 35, 19, 69:4, 109:3 ഇവിടെയെല്ലാം ദാവീദ് തൻ്റെ എതിരാളികളിൽ നിന്ന് കാരണം കൂടാതെ നിന്ദയും പകയും ഉപദ്രവവും ഒക്കെ ഏറ്റയാളാണ്. അതിൻ്റെ നടുവിൽ ദാവീദ് ദൈവത്തോട് കരഞ്ഞു. ദൈവം തന്നെ സഹായിക്കുവാനും തന്നെ ഉദ്ധരിക്കുവാനും ന്യായാധിപനായി വെളിപ്പെടുവാനും ഒക്കെ ദാവീദ് ദൈവത്തോട് അപേക്ഷിച്ചു. ഇതുപോലെ തന്നെ ലോകം ദൈവത്തിൻ്റെ ജനത്തെ ഉപദ്രവിക്കുമ്പോൾ അവരെ സഹായിക്കാൻ ഒരു അഡ്വക്കേറ്റായി പരിശുദ്ധാത്മാവിൻ്റെ ദാനം കർത്താവ് അവർക്ക് കൊടുക്കും. പരിശുദ്ധാത്മാവ് ശിഷ്യനിലൂടെ ഈ എതിർപ്പുള്ള സാഹചര്യത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കും. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഞാനിത് നിങ്ങളോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചതിനുണ്ടായ കാരണമെന്താ? അതാണ് ആദ്യ ഭാഗം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ സംസാരിച്ചത് അവരെ ഡിസ്കറേജ് ചെയ്യാനല്ല, അവരെ ഭയപ്പെടുത്തുവാനുമല്ല, അവർ ഇടറിപ്പോകാതിരിക്കുവാൻ. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, ഇടറിപ്പോകാതിരിക്കുക. നോട്ട് ടു സ്റ്റംബിൾ, നോട്ട് ടു ബി ഒഫൻഡഡ്. ആ വാക്കിന് മൂല ഭാഷയിൽ സ്കാൻഡലൈസ് എന്ന പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം കേണി എന്ന ഒരു പ്രയോഗമാണ്. ടു എൻട്രാപ്പ്, ട്രിപ്പ് അപ്പ് ഓർ എൻറ്റൈസ് ടു സിൻ ഓർ എൻറ്റൈസ് ടു അപ്പോസ്റ്റസി. പിന്മാറ്റ അനുഭവത്തിലേക്ക് പോകത്തക്കവണ്ണമുള്ള
കെണിയാണ് ഈ ഉപദ്രവങ്ങൾ. അത് കർത്താവിൻ്റെ കേൾവിക്കാരായ ശിഷ്യന്മാർക്ക് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി കർത്താവ് ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇന്നതൊക്കെ കാര്യമാണ് ലോകത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 61-ാം വാക്യം നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്. അവിടെയാണ് സ്കാൻഡലൈസോ എന്ന പ്രയോഗം വേറെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. 6:61 ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? ആർ യു ഒഫൻഡഡ്? അവിടെ നമുക്കറിയാം, തലേ ദിവസം അപ്പം തിന്ന ആളുകൾ അടുത്ത ദിവസവും അത്ഭുതത്തിന് വന്നപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്തില്ല. അവരോട് കർത്താവ് ഒരു വലിയ ടീച്ചിങ് ആണ് കൊടുക്കുന്നത്. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. കർത്താവിൻ്റെ ആ വാക്കിലാണ് അവർ ഇടറിയത്. ഇത് കഠിന ഉപദേശം എന്ന് പറഞ്ഞ് അവരിടറി. പിന്നത്തേതിൽ കർത്താവിനെ അനുഗമിച്ചില്ല. അവിടെ വിശ്വാസത്യാഗമുണ്ടാകുന്നു. അവർ പിന്നീട് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചില്ല എന്ന് 6-ാം അധ്യായത്തിൻ്റെ 66-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ഇതുപോലെ ലോകത്തിൽ നിന്ന് പകയും ഉപദ്രവവും മറ്റ് പീഡനവും ഒക്കെ ശിഷ്യന്മാർ അനുഭവിക്കുമ്പോൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലെടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി കർത്താവ് ഈ ഉപദ്രവത്തെക്കുറിച്ചുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതാണ് 16-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ, അർത്ഥം പിന്മാറിപ്പോകാതിരിക്കുവാൻ, വിശ്വാസത്യാഗം നിങ്ങളിൽ സംഭവിക്കാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ദൂതാണ്. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട പല സൈൻസിൽ ഉള്ള ഒരു സൈനാണ് വിശ്വാസത്യാഗം ആളുകളിൽ സംഭവിക്കും. ആ വിശ്വാസത്യാഗം സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം പീഡനങ്ങളും ഉപദ്രവവും ലോകത്തിൻ്റെ പകയും ആണ് എന്ന് നമ്മൾക്ക് ഈ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ പാഠം വളരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ കർത്താവ് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിനെതിരെ പകയും ഉപദ്രവവും ഒക്കെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർക്ക് വളരെ ഷോക്കിംഗ് ആയി മാറും. ഇന്ന് ഈ കാര്യങ്ങൾ ചിന്തിക്കാതെ, ഇത് മനസ്സിലാക്കാതെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിനെതിരെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് അവർ ഷോക്ക്ഡ് ആകുന്നത്. അതുകൊണ്ടാണ് പലരും പിന്മാറിപ്പോകുന്നത്. ദൈവമക്കൾ, ഈ പ്രധാനപ്പെട്ട സന്ദേശം, യേശു പഠിപ്പിച്ച ഈ പഠിപ്പിക്കൽ മനസ്സിലാക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ദൈവസഭ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി സഭ പ്രിപ്പേർഡായിരിക്കണം, ദൈവമക്കൾ പ്രിപ്പേർഡായിരിക്കണം. കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ലൈഫ് ആണ് നിങ്ങളുടേതെങ്കിൽ, കർത്താവിന് വേണ്ടി സത്യമായിട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ, you will have persecution. Everyone will hate you because of Jesus. ഇത് യേശു പഠിപ്പിച്ച പാഠമാണ്. അതുകൊണ്ട് ഈ ഒരു പാഠം ദൈവമക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടന്നു. വളരെ ശക്തിയോടെ ദൈവസഭ വളർന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ആ കാലഘട്ടത്തിൽ പോലും പിന്മാറ്റ അനുഭവത്തിൽ പോയ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച്
എബ്രായ ലേഖനം നമ്മൾ പഠിച്ചാൽ എബ്രായ ലേഖനം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷന് വേണ്ടി എഴുതുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം, 3-12 മുതലുള്ള വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ, 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ഇതെല്ലാം വളരെ ശക്തമായ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ജനം സ്റ്റെഡ്ഫാസ്റ്റായി പെർസിവർ ചെയ്ത് നിൽക്കണമെന്ന് ലേഖകൻ പറയുന്ന ഭാഗങ്ങളാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്റ്റസി സംഭവിക്കാതിരിക്കുവാനായി ലേഖനം എഴുതുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 6-ാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വിശ്വാസത്യാഗത്തിൻ്റെ ഒരു ഡേഞ്ചറിനെ കുറിച്ച് കർത്താവ് ഈ 15-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാമത്തെ വാക്യത്തിൽ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും, എന്നിലാണ് ആ കൊമ്പ്, പക്ഷേ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു. നമ്മൾ ധ്യാനിച്ചതാണ്. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. 15-ാം അധ്യായത്തിൽ തന്നെ ഇതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടതാണ്. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ സ്നേഹത്തിലും അവരോടുള്ള ആ കൺസേൺ കൊണ്ടാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ഓഡിയൻസ് ആയിരിക്കുന്ന 11 ശിഷ്യന്മാർക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായി അവരോടുള്ള സ്നേഹവും ആ കൺസേൺ കൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത്. 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. പെർസിക്യൂഷനിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. പെർസിക്യൂഷൻ്റെ ആ നേച്ചറാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഭാഗം 15-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ് ഈ 2-ാം വാക്യത്തിലെ ഈ 2 കാര്യങ്ങൾ. 1, പള്ളിഭ്രഷ്ടരാക്കും, 2, ചിലരെ കൊല്ലും. അല്പം കൂടെ അതൊന്ന് വിശദീകരിച്ചാൽ ഇവിടെ കർത്താവ് പറയുന്നത്, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, എക്സ്പെല്ലിങ് ഫ്രം ലോക്കൽ സിനഗോഗ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നത് സിനഗോഗാണ്, അവരുടെ പള്ളിയാണ്. റബിമാർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥന ഒരു സിനഗോഗിൽ വെച്ചല്ല എങ്കിൽ ആ പ്രാർത്ഥന എഫക്റ്റീവ് അല്ലെന്ന്. അത്രമാത്രം ഒരു യഹൂദൻ്റെ ജീവിതം അവരുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പള്ളിഭ്രഷ്ടരാക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന നമ്മുടെ സംസ്കാരത്തിലുള്ള അതുപോലെയല്ല. തീർച്ചയായിട്ടും അത് വേദനയുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ഡീപ്പാണ് കാര്യം. പള്ളിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക. അവരെ അവർ എണ്ണിയിരുന്നത് അവർ ട്രൈറ്റേഴ്സാണ്, അവർ ട്രൈറ്റേഴ്സായിട്ടാണ് അവരെ എണ്ണുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം പഠിച്ച സമയത്ത് പിറവിയിലെ കുരുടനായ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയതിനെ തുടർന്ന് വലിയ പ്രശ്നം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു. കാരണം ശബത്ത് ദിവസത്തിലാണ് കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കിയത്. യഹൂദ മത നേതൃത്വം ആ മനുഷ്യനെ ചോദ്യം ചെയ്തു. എന്നിട്ട് 22-ാം വാക്യം, യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്, അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. ആ വ്യക്തി സ്റ്റേണായിട്ട് നിന്നെങ്കിലും മാതാപിതാക്കളെ വിളിച്ച് ക്വസ്റ്റനിങ് നടത്തിയപ്പോൾ അവർക്ക് സ്റ്റേണായി നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണമാണ് യോഹന്നാൻ 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. അതുകൊണ്ട് പബ്ലിക്കായിട്ട് ജീസസിനെ വിറ്റ്നസ് ചെയ്തില്ല. ഈ 9-ാം അധ്യായത്തിൻ്റെ തന്നെ 34-ാം വാക്യം, അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ
എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ മാതാപിതാക്കളെ പുറത്താക്കിയില്ല, കാരണം അവർ ന്യൂട്രലിൽ നിന്നു. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടില്ലെങ്കിലും കർത്താവ് അവന് വേണ്ടി ചെയ്ത അത്ഭുതം നിമിത്തം അവൻ കർത്താവിനെ സാക്ഷീകരിച്ചതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഈ സൗഖ്യമായ മനുഷ്യനെ പുറത്താക്കി. എന്നിട്ട് 12-ാം അധ്യായത്തിൻ്റെ 42-43 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടർ ആകാതിരിക്കുവാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയാണെങ്കിൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇന്നും അതുണ്ട്. എൻ്റെ കേൾവിക്കാർ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിച്ചു കാണും. ഇറ്റ് ഈസ് നാച്ചുറൽ. യേശു അത് പഠിപ്പിച്ചതാണ്. ഈ ഒരു ഭയം നിമിത്തമാണ് പലരും സ്നാനപ്പെടാത്തത് പോലും. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് പള്ളിയിൽ നിന്ന് പുറത്താകുമോ. അതാണ് ഈ 12-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചത്. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അവിശ്വാസികളായ ലോകം ദൈവത്തെയും ദൈവത്തിലൂടെ ക്രിസ്തുവിനെയും അറിയാത്ത, ദൈവത്താൽ അയക്കപ്പെട്ടവനായി വന്ന ദൈവമായ കർത്താവിനെ അറിയാത്ത ആളുകൾ പകയ്ക്കും, ഉപദ്രവിക്കും, 16:2 പള്ളിഭ്രഷ്ടരാക്കും. എന്ന് പറഞ്ഞാൽ കേവലം പള്ളിയിൽ നിന്ന് മാത്രമല്ല, ഒരു പക്ഷെങ്കിൽ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. എത്രയോ ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്നു, ഓഹരി നഷ്ടപ്പെടുന്നു, ഓൾ ബിക്കോസ് ഓഫ് ജീസസ്. അപ്പം കർത്താവ് ഇത് നേരത്തെ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഷോക്ക്ഡ് ആകരുത്. ദിസ് ഈസ് നോർമൽ, നാച്ചുറൽ. ഇങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതാണ് അബ്നോർമൽ. ഓഹരി നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, സമൂഹം വെറുക്കുന്നു, കിട്ടേണ്ട ഓഹരി ക്രിസ്തുവിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലായതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പുലർത്തുന്ന ഒരാളായതുകൊണ്ട് ആ ജോലി കിട്ടുന്നില്ല, അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നില്ല. അന്നേരം ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. സ്റ്റാൻഡ് ഫേം ഇൻ ദ ഫെയ്ത്ത്. ഇതെല്ലാം താൽക്കാലികമാണ്. ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാൻ ദൈവം അങ്ങനെയുള്ളവർക്കൊരു ഭാഗ്യം കൊടുക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിരിക്കുക. ദൈവം തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ബലപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ആ പ്രത്യേക സിറ്റുവേഷനിൽ വഹിക്കുവാനുള്ള ദൈവകൃപയും കർത്താവ് പകരും. കർത്താവ് പള്ളിഭ്രഷ്ടരാക്കും എന്നുള്ളതിനെക്കുറിച്ചും പള്ളിയിൽ ആളുകളെ ഉപദ്രവിക്കും എന്നുള്ളതിനെക്കുറിച്ചും സിനോപ്റ്റിക് ഗോസ്പൽസിൽ പറയുന്നുണ്ട്. മത്തായി 10:17, മർക്കോസ് 13 9 വാക്യം, ലൂക്കോസ് 21 12 വാക്യം. ഇവിടെയെല്ലാം ജീസസ് വാണിങ് കൊടുക്കുന്നുണ്ട്. ഒരു സോഷ്യോ റിലീജിയസ് ഔട്ട്കാസ്റ്റായി യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ പള്ളിഭ്രഷ്ടരാക്കുന്നവരെ അവർ ആ നിലയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഒരു വിശുദ്ധനെ കൊല്ലുന്നത് ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ് എന്ന ചിന്ത പലർക്കും ഉണ്ടാകും. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ അറിയാതെ, ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാതെ, ദൈവത്തോടുള്ള തീഷ്ണത നിമിത്തം ദൈവത്തിൻ്റെ വഴികളെ അറിയാതെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലുള്ളവരെ കൊന്നുകളയുക. വാസ്തവത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ഒരു എക്സാമ്പിളാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54 മുതൽ 8-3 വരെയുള്ള വാക്യങ്ങളിൽ സൗൾ എന്ന പേരിൽ അറിയപ്പെട്ട
ആ മനുഷ്യൻ ദൈവസഭയെ ഉപദ്രവിച്ചു. സ്തേഫാനോസ് എന്ന് പറയുന്ന ആദ്യത്തെ ചർച്ചിൻ്റെ മാർട്ടിറെ കൊല്ലുമ്പോൾ സൗൾ അതിന് അനുകൂലമായി നിന്നു. അപ്പോസ്തലപ്രവൃത്തി 22:4 ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. ഞാൻ ആ വേദഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻപിൽ താൻ ടെസ്റ്റിഫൈ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിൽ ഏൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു വന്നു. അപ്പോൾ താൻ തൻ്റേതായിട്ടുള്ള ആ സാക്ഷ്യം പറയാണ്. തൻ്റെ ആ നേരത്തെയുള്ള ജീവിതത്തെക്കുറിച്ച് താൻ ആളുകളോട് പറയുകയാണ്. 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അഗ്രിപ്പ രാജാവിനോട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പൗലോസ് ഇലാബറേറ്റായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം വായിക്കാം. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറയുവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഗലാത്യയിലുള്ള സഭകൾക്ക് താൻ എഴുതുമ്പോൾ ഗലാത്യർ 1:13-14, അതിനോട് ചേർന്ന് ഫിലിപ്പി ലേഖനം 3:6, 1 തിമോത്തിയോസ് 1:12-13 ഈ വാക്യങ്ങളിൽ എന്താണ് തന്നെ മോട്ടിവേറ്റ് ചെയ്തത് എന്ന് താൻ പറയുന്നുണ്ട്. അതിൽ ഗലാത്യ ലേഖനത്തിലെ ആ വാക്യം മാത്രം ഞാൻ ഇവിടെ ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വാസ്തവത്തിൽ പൗലോസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് താൻ ഏതോ നല്ല കാര്യം ദൈവത്തിന് ചെയ്യുകയാണ് എന്നുള്ള ആ ചിന്തയിലാണ്, തീഷ്ണതയിലാണ്. പിതാക്കന്മാരുടെ പാരമ്പര്യം അനുഷ്ഠിച്ച് താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. കർത്താവിൻ്റെ ആ മാർഗത്തിൽ പെടുന്നവരെ, കർത്താവിനെ അനുസരിക്കുന്ന വിശുദ്ധന്മാരെ താൻ ഉപദ്രവിക്കുകയും കൊല്ലുവാൻ പോലും മടിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യം. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ആ മതത്തിൻ്റെ തീഷ്ണത നിമിത്തം താനൊരു നല്ല കാര്യം ചെയ്യുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് സൗൾ താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവസഭയെ ഉപദ്രവിച്ചത്. അങ്ങനെ ചിലർ മരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തേഫാനോസ് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. യെരുശലേം സഭയ്ക്കെതിരെ വലിയ പീഡനമുണ്ടായി. അപ്പം കർത്താവ് പറയുകയാണ് 16-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൽ 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഇന്നും പല ആളുകളുടെയും ചിന്ത കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിഷ്കളങ്കമായി ജീവിക്കുന്ന ആളുകളെ കൊല്ലുന്ന നിമിത്തം ദൈവത്തിന് സാധമുണ്ടാകും, ദൈവത്തെ ആരാധിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് പലരും. ദൈവത്താൽ അയക്കപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഉപദ്രവിക്കുന്നത് കർത്താവിനെ ഉപദ്രവിക്കുന്നതോട് തുല്യമാണ്. വിശുദ്ധന്മാരെ ഉപദ്രവിക്കുമ്പോൾ കർത്താവ് സൗളിന് പ്രത്യക്ഷമായി കർത്താവ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, സൗലേ സൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ദൈവത്തെ ഉപദ്രവിക്കുകയാണ്, ദൈവ മക്കളെ ഉപദ്രവിക്കുന്നത്. ഇത് മനസ്സിലാകാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഒക്കെ ചെയ്യുകയാണ്. അപ്പം കർത്താവ് അതാണ് 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവമക്കൾ സഭയുടെ ചരിത്രം ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്തേഫാനോസാണ് ഫസ്റ്റ് മാർട്ടിർ ഓഫ് ദ ചർച്ച്. യാതൊരു ദോഷവും ആർക്കും ചെയ്തിട്ടല്ല. യഹൂദന്മാർ
അദ്ദേഹത്തെ കൊന്നുകളയുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 7:59 കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. ഇതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 12:2 അപ്പോസ്തലനായ യാക്കോബിനെ ഹേരോദാവ് വാൾ കൊണ്ട് കൊന്നു. പത്രോസിനെ യോഹന്നാൻ 21:18-19 വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ആ പ്രവചനത്തിന് നിവൃത്തിയായി പത്രോസ് ഒരു മാർട്ടിയറായി തീർന്നു. പാരമ്പര്യം പറയുന്നത് അദ്ദേഹത്തെ തല കീഴായി ക്രൂശിച്ചു എന്നാണ്. ചരിത്രകാരന്മാർ പറയുന്നത് തന്നെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് തന്നെ റിക്വസ്റ്റ് ചെയ്തു എന്നാണ്. യജമാനായ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ എനിക്ക് ക്രൂശിക്കപ്പെടുവാനുള്ള യോഗ്യതയില്ല, ആകയാൽ എന്നെ തല കീഴായി ക്രൂശിക്കണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു എന്നും അത് അനുവദിച്ചു എന്നുമാണ് പാരമ്പര്യങ്ങൾ പറയുന്നത്. പല അപ്പോസ്തലന്മാരുടെയും റെക്കോർഡുകൾ നേരിട്ട് ബൈബിളിൽ ഇല്ല എങ്കിലും പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോഹന്നാൻ ഒഴികെയുള്ള ബാക്കി അപ്പോസ്തലന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു എന്നാണ്. യൂദ ഒഴികെ, യൂദ ഇസ്കറിയോത്ത് താൻ സൂയിസൈഡ് ചെയ്തു എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയെക്കുറിച്ച് പാരമ്പര്യങ്ങൾ പറയുന്ന എത്യോപ്യയിൽ തന്നെ വാളുകൊണ്ട് കൊന്നു എന്നാണ്. ഇതുപോലെ തന്നെ യാക്കോബ്, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്, യെരുശലേം സഭയ്ക്ക് നേതൃത്വം കൊടുത്ത ആ യാക്കോബിനെ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പിനക്കളിൽ കൊണ്ടുപോയി നിർത്തി കർത്താവിലുള്ള വിശ്വാസം ത്യജിക്കുവാനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് തിരസ്കരിച്ചപ്പോൾ അവിടെ നിന്ന് ഉന്തിത്തള്ളി താഴെയിട്ടു എന്നും താൻ മരിക്കാതെ ഇരുന്ന സമയത്ത് ആളുകൾ കൊണ്ട് വന്ന് വടി കൊണ്ട് തന്നെ തല്ലിക്കൊന്നുവെന്നാണ് പാരമ്പര്യം പറയുന്നത്. നോക്കുക, കർത്താവിനെ അനുഗമിച്ച നിമിത്തം അവരിതെല്ലാം അനുഭവിച്ചു. നേരത്തെ തന്നെ കർത്താവ് ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞതുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിക്കാതെ അവർ സന്തോഷത്തോടെ അവരെ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നിന്ന സഹിക്കാൻ, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പാരമ്പര്യം പറയുന്നത് ബർത്തലോമിയോ അദ്ദേഹത്തെ ചാട്ടവാറുകൊണ്ട് അടിച്ച് കൊന്നു എന്നാണ്. അന്ത്രയോസിനെ കുറിച്ച് പറയുന്നത് 7 പടയാളികൾ നിന്ന് ശരിക്കും അടിച്ച് ഉപദ്രവിച്ച ശേഷം അദ്ദേഹത്തെ ക്രൂശിച്ചുവെന്നാണ്. ക്രൂശിക്കപ്പെടുവാനായിട്ട് തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്: വളരെ കാലമായി ഞാൻ ഇങ്ങനെ ഒരു അന്ത്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അന്ത്രയോസിൻ്റെ വാക്ക്. എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷത്തോടെ ക്രൂശ് മരണമെന്ന ക്രൂരമായ ഈ മരണം ഏറ്റെടുക്കുവാൻ അന്ത്രയോസിന് ബലം തോന്നിയത്? കർത്താവ് അതാ പറയുന്നത്: നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം അവർക്ക് കൊടുത്ത പാഠങ്ങളാണ്. നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലും. ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭ ഇത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഏതോ മായാ ലോകത്തിൽ എന്നവണ്ണമാണ് ആളുകൾ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രസംഗങ്ങളും പഠിപ്പിക്കലുമൊക്കെ നമ്മളെ ആ നിലയിൽ ആക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളിന് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കർത്താവിന് വേണ്ടി നേരെ നിൽക്കുന്ന, വചന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വിശുദ്ധന്, ഒരു ശിഷ്യന് ഇന്നും ലോകത്തിൽ ഉപദ്രവം ഉണ്ട്. കാരണം അവർ കർത്താവിനെയാണ് അനുഗമിക്കുന്നത്. കർത്താവിനെ ഉപദ്രവിച്ച ലോകം നിങ്ങളെ വെറുതെ വിടുകയില്ല, നിങ്ങളെ ഉപദ്രവിക്കും എന്ന് ദൈവവചനം വളരെ സ്പഷ്ടമാക്കുന്നു. ഇതുപോലെ തന്നെ തോമസിനെ കുറിച്ച് പാരമ്പര്യം പറയുന്നത് ഒരു കുന്തം കൊണ്ട് കുത്തിക്കൊന്നു എന്നാണ്. ഫിലിപ്പിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ ആളുകൾ ടോർച്ചർ ചെയ്ത് ക്രൂശിച്ചു എന്നാണ്. ഇതുപോലെ തന്നെ എരിവുകാരനായ ശിമോനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ ക്രൂശിച്ചു എന്നാണ്. യൂദസ് തദ്ദയോസിനെ കുറിച്ച് പറയുന്നത് വടികളാൽ തന്നെ അടിച്ച് കൊന്നു എന്നാണ്. മത്തയാസ്, നമുക്കറിയാം, യൂദസ് ഇസ്കറിയോത്തിൻ്റെ സ്ഥാനത്ത് തിരഞ്ഞെടുത്തയാളാണ് മത്തയാസ്. അദ്ദേഹത്തെ കല്ലുകൊണ്ട് എറിഞ്ഞ് കൊന്ന ശേഷം തലവെട്ടിക്കളഞ്ഞു എന്നാണ് പാരമ്പര്യങ്ങൾ പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ഒരു നാച്ചുറൽ ഡെത്താണെന്നാണ്
പാരമ്പര്യങ്ങൾ പറയുന്നത്. എങ്കിലും അദ്ദേഹത്തെ വളരെയധികം ടോർച്ചർ ചെയ്തിരുന്നു. വെളിപ്പാട് പുസ്തകം താൻ എഴുതുമ്പോൾ പത്മോസ് എന്ന ദ്വീപിലാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തം തന്നെ എക്സൈലിലാക്കിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഞാൻ സൗൾ യെരുശലേം സഭയെ ഉപദ്രവിച്ചു, ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കൊല്ലുന്നതിന് അനുകൂലമായി താൻ അതിനെ സാങ്ഷൻ ചെയ്തുകൊണ്ട് നിന്നു എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ പിൻകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് നിന്നത് നിമിത്തം അപ്പോസ്തോലനായ പൗലോസിനെ ടോർച്ചർ ചെയ്യുകയും തന്നെ വാളുകൊണ്ട് കൊന്നുകളയുകയും ചെയ്തു. AD 67 അടുത്ത സമയത്താണ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമിൽ വെച്ച് തന്നെ ബിഹെഡ് ചെയ്യുന്നത്. ഒരിക്കൽ പെർസിക്യൂട്ടറായിരുന്നയാൾ പെർസിക്യൂട്ടഡായി മാറുകയാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. യേശു പറഞ്ഞു, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. 3-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവർ പിതാവിനെയും എന്നെയും അറിയായക കൊണ്ട് ഇങ്ങനെ ചെയ്യും. ഈ 3-ാം വാക്യം 15:21 ബന്ധമുണ്ട്. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായക കൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യുന്നു. പിതാവാം ദൈവത്തെയും പുത്രനായ യേശുവിനെയും ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പദ്ധതികളും രക്ഷണ്യ പ്രവൃത്തിക്കുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രാമിനെക്കുറിച്ച് അവിശ്വാസികൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. യോഹന്നാൻ 14:6-7 വാക്യം, 14:9-10 വാക്യം, ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിനെ ആർക്കും അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ പുത്രനായ യേശുവിനെ തിരസ്കരിക്കുമ്പോൾ പിതാവിനെയും തിരസ്കരിക്കുകയാണ്. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇന്നും ഈ പീഡനം അഴിച്ചുവിടുന്ന പലർക്കും അവർ ചിന്തിക്കുകയാണ് they are doing it for God, but they actually do not know God, and they can know God only through His Son Jesus Christ. അങ്ങനെ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ദൈവമക്കളെ സ്നേഹിക്കുമായിരുന്നു. 4-ാം വാക്യം, അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുക കൊണ്ടത്രേ. അതിൻ്റെ ആദ്യ ഭാഗം, അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 16:1 നമ്മൾ കണ്ടതാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പെർസിക്യൂഷൻസ് വരുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുകയാണ് ശിഷ്യന്മാർ ഈ കാര്യങ്ങൾ അവർ ഓർത്ത് അവർക്ക് വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുമെന്ന്. പെർസിക്യൂഷൻസ് വരുമ്പോൾ കർത്താവ് ഇത് മുൻകൂട്ടി അവരോട് പറഞ്ഞതാണ്. കർത്താവിന് ഇതെല്ലാം നേരത്തെ തന്നെ അറിയായിരുന്നു. സകലത്തെയും കർത്താവ് നിയന്ത്രിക്കുന്നു എന്ന ആ ചിന്ത അവർക്കുണ്ടായി. എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിറമോട്ടവർ പോകാതിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ നാഴിക വരുമ്പോൾ, ആ നാഴിക വരുന്നത് കർത്താവിൻ്റെ നാഴിക സംജാതമാകുമ്പോൾ ആ നാഴിക വരികയാണ്. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആ സമയത്ത് അവരിത് ഓർത്താൽ അവർക്ക് വിശ്വാസമുണ്ടാകും. വിശ്വാസത്യാഗമല്ല, അവർക്ക് വിശ്വാസമുണ്ടാകും. ഞങ്ങളുടെ നാഥൻ ഇത് നേരത്തെ പറഞ്ഞതാണല്ലോ. അവർക്കതൊരിക്കലും ഷോക്കാകത്തില്ല. അതാണ് ആ 1-ാം ഭാഗത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 2-ാം ഭാഗത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഇത് നേരത്തെ പറയാഞ്ഞത്? ആദിയിൽ ഇത് നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുക കൊണ്ടത്രേ. കർത്താവ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാ പകയും എല്ലാ ഉപദ്രവവും സകലതും കർത്താവിൽ ഫോക്കസ്ഡാണ്. കർത്താവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് ഇത് അവരോട് പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ
ഇപ്പോൾ അങ്ങനെയല്ല. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ പോകുകയാണ്. അതാണ് 5-ാം വാക്യം. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഇപ്പോൾ സമയം അടുത്തു വന്നിരിക്കുന്നു. അവരോട് ഈ കാര്യങ്ങൾ ഒക്കെ കർത്താവ് പറയാണ്. ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. വാസ്തവത്തിൽ 13-ാം അധ്യായം 36-ാം വാക്യവും 14-5 പത്രോസും തോമസും കർത്താവിനോട് ചോദിച്ചതാണ്, നീ എവിടെയാണ് പോകുന്നതെന്ന്. എന്നാൽ അവരൊക്കെ ആ സമയത്ത് അത് ചോദിച്ചത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വ്യക്തിപരമായി അവർ ഭയന്ന് കർത്താവ് പോകുന്നതിലുള്ള പ്രയാസം നിമിത്തം അവർ ചോദിക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവരത് ചോദിക്കണം, കർത്താവുമായിട്ട് ആ ഡിസ്കഷനിലേക്ക് അവർ വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് നമുക്ക് 5-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവരങ്ങനെ ചോദിക്കാതിരുന്നത് 6-ാം വാക്യത്തിൽ, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. 7-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അവർ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ കർത്താവ് ഈ വെളിപ്പാടുകൾ അവരോട് പറയുമ്പോൾ അവരുടെ ഹൃദയം ദുഃഖത്തിലായി കർത്താവുമായിട്ട് ഈ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യാതെ ഇരിക്കുകയാണ്. എവിടെയാണ് നീ പോകുന്നത് എന്നുള്ള കാര്യം സംസാരിക്കാതിരിക്കുകയാണ്. അവരുടെ ചിന്തകളെല്ലാം അവരിൽ തന്നെ കേന്ദ്രിതമായിരിക്കുകയാണ്. എന്നാൽ ഈ നിമിഷം കർത്താവിന് എന്താണ് സംഭവിക്കുന്നത്? കർത്താവിന് ഈ സംഭവിക്കുന്നതിൻ്റെ എല്ലാം ദൂരവ്യാപകമായ അർത്ഥമെന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കാതെ ഇരിക്കുകയാണ്. യോഹന്നാൻ 14:28 നമ്മൾ കണ്ടതാണ്, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് സന്തോഷമല്ല, ദുഃഖമാണ്, ആങ്സൈറ്റി ആയിപ്പോയി. ഇപ്പോൾ കർത്താവ് ഈ പറഞ്ഞ പല പാഠങ്ങളും അവർ ആ സമയത്ത് വേണ്ട നിലയിൽ അവർ ഗ്രഹിക്കാതെ ഇരിക്കുകയാണ്. ഇങ്ങനെ കർത്താവിൻ്റെ ക്രൂശുമരണവും ആ പീഡനവും അതിനെ ചുറ്റി നിൽക്കുന്ന സംഭവങ്ങളിലൊക്കെ ഉള്ള ദൈവത്തിൻ്റെ പർപ്പസുകൾ അവർ മനസ്സിലാക്കാതെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ 6 വരെയുള്ള വാക്യമാണ് പെട്ടെന്ന് നമ്മൾ നോക്കിയത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു പാഠം എടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെട്ടു. അടുത്ത എപ്പിസോഡിൽ 14-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യം, 14-ൻ്റെ 26-ാമത്തെ വാക്യം, അതുപോലെ 15-ൻ്റെ 26, 27 വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ധാരാളം ടീച്ചിങ്സ് കർത്താവിൻ്റെ ഈ പ്രൈവറ്റ് ഡിസ്കോഴ്സിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ച് നമ്മളും പഠിക്കേണ്ടത് ആവശ്യമാണ്. പെർസിക്യൂഷൻ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ഉണ്ട്. അതിൻ്റെ നടുവിൽ ഹോളി സ്പിരിറ്റിൻ്റെ ശക്തിയോടെ നിൽക്കുവാൻ ശിഷ്യന്മാർക്ക് ദൈവം കൃപ തരും. കർത്താവ് അവസാനം ഈ കാര്യങ്ങളെല്ലാം പറയുന്നവരെ ഡിസ്കറേജ് ചെയ്യാനോ അവരെ ഭയപ്പെടുത്തുവാനല്ല. അവർക്ക് ആഴത്തിൽ വിഷമമായി പോയി. പക്ഷേ കർത്താവ് പറയുന്നത്, ഇങ്ങനെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ കർത്താവ് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു എന്ന് ഗ്രഹിച്ച് ആ വിഷയങ്ങളെ ജയോത്സകരമായി അവർക്ക് തരണം ചെയ്യുവാൻ ഇടയായിത്തീരും. അതിനാണ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായി, സ്പഷ്ടമായി കർത്താവ് അവരോട് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, എൻ്റെ കേൾവിക്കാരായ നിങ്ങൾ ഇങ്ങനെയുള്ള പെർസിക്യൂഷനിലൂടെയോ ഹേറ്റ്രഡിലൂടെയോ ത്രട്ടനിങ്ങിലൂടെയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കുക. ദാറ്റ് ഈസ് നോർമൽ. ക്രിസ്തുവിനെ വാസ്തവമായി അനുഗമിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത് അത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രാർത്ഥനയോടെ നിന്നാൽ കർത്താവ് തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ബലപ്പെടുത്തുകയും വിശ്വാസത്യാഗം സംഭവിക്കാതെ അന്തിമ നിമിഷം വരെയും വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം കൃപ തരികയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഗാഡ് ബ്ലെസ് യു.